പിന്നെ ഡൽഹിയിലുള്ള വക്കീലിനെ ഇവർ ത്രൂ ആണ് പൈസ അയച്ചിരിക്കുന്നത്. ആർമി എന്ന് പറഞ്ഞിട്ടാണ് 2 ലക്ഷത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ വലിയ കാര്യമായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഇവർ ക്ലൈൻറ്റ് വക്കീല് അവിടെ എന്തോ കിൻഡ് എന്നിട്ട് എന്തോ കൊണ്ടവരാണ്. അപ്പോൾ ഇവർ ഡയറക്റ്റാണ് ഡീലിങ്സ്. എന്നുവെച്ചാൽ ഇവരുടെ മണ്ടന്മാരായ ചില ലീഡർമാരാണ് ഇതിനൊക്കെ പിന്നിൽ. ഒരു വക്കീലിനെ വെക്കുന്നത് മറ്റു കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വക്കീലിനെ മാറ്റുന്നതും കാര്യങ്ങളൊക്കെ പിന്നിലും ഈ ലീഡർമാരുടെ മുപ്പിളത്തർക്കം. അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഇവർ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത് നമ്മൾ ശ്രീകുമാർ വക്കീലിനെ കാണാൻ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 9 മണിയോടുകൂടി ശ്രീകുമാർ വക്കീലിനെ കാണാൻ സാധിച്ചു, അപ്ഡേഷൻ കിട്ടി, എല്ലാം പോസിറ്റീവാണ്. എന്താണ് എടോ ഹൈറിച്ചുളികളെ, നിങ്ങളൊക്കെ മണ്ണ് വാരിത്തുന്നു. മണ്ണ് എന്നും രാത്രി നിങ്ങൾ ചോറ് കഴിക്കരുത്, മണ്ണ് വാരിത്തുന്ന. നിങ്ങൾ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി അവർക്ക് പണം കൊടുത്ത് ആ വക്കീലിനോട് ചോദിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നമാണ് ഇവിടെയുള്ളത്? നിങ്ങൾ എന്തിനാണ് ഹൈക്കോടതിയിൽ നിങ്ങളുടെ ഒരു വക്കീലിനെ കണ്ടിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് 2 കേസിൽ മാത്രമാണ് ഈ ശ്രീകുമാർ വക്കീൽ ഹാജരാകുന്നതെന്നാണ് എനിക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വത്സൻ സാറുടെ കേസിൽ വേറെ ഏതോ ടീമാണ് തോന്നുന്നു ഉണ്ടായിരുന്നത്. ഇനി അവർ തന്നെയാണെങ്കിലും ഓക്കെ. പക്ഷേങ്കിൽ സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സൂം മീറ്റിംഗ് നടത്തുന്നവരല്ലേ, പിന്നെ എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്? ഈ വക്കീലന്മാർ തന്നെയല്ലേ പറഞ്ഞത്, എന്താ ശ്രീന, എങ്ങനെ നിങ്ങൾ ഈ ബഡ്സ് കേസിൽ വന്നു എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞത്? ആ വക്കീലൊക്കെ ഇല്ലേ? ആ വക്കീലിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് ഈ ഡിസ്മിസ്ഡ് എന്ന് കാണിക്കുന്നത്? ഡിസ്മിസ്ഡ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ഇപ്പം നമുക്ക് 9 കേസോ